ഇതുപോലുള്ള കളിപ്പാട്ടങ്ങൾ ഏത് ചന്തയിലും വാങ്ങാൻ കിട്ടും. പക്ഷെ ഇത് വെച്ച് കളിക്കാനുള്ള കരളുറപ്പ് വാങ്ങാൻ കിട്ടില്ല. ഹലോ, നമസ്കാരം. കുറച്ച് നാളുകളായിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിലെല്ലാം വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് നമ്മുടെ ജയചന്ദ്രൻ ചേട്ടൻ. നമ്മുടെ സുരേഷ് ഗോപിയുടെ അതേ ചായ, അതേ മുഖം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. ആദ്യം തന്നെ ചേട്ടാ, എങ്ങനെയാണ് ഇങ്ങനെ ഒരു ലുക്കിലേക്ക് എത്തിയത്? ലുക്കിലേക്ക് എത്തിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ താടി പണ്ട് മുതലേ നിറച്ച താടിയാണ്. അപ്പോൾ താടി ഞാൻ നിറച്ചത് കൊണ്ടിട്ട് താടി എപ്പോഴും ക്ലീൻ ഷേവാണ് ചെയ്തിരുന്നത്. അമ്മയുടെ മരണത്തിന് ശേഷം ഞാൻ താടി വെക്കേണ്ട ഒരു ഇട വന്നു. അങ്ങനെ താടി വെച്ചു. അങ്ങനെ പെങ്ങളുടെ മോൻ ഇങ്ങനെ ഒരു ഐഡിയ പറഞ്ഞു. അപ്പോൾ ആ താടി മെയിൻറ്റെയിൻ ചെയ്തു. പിന്നെ അത് പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ കുറേ ആൾക്കാർ നല്ലതും പറഞ്ഞു, കുറേ ആൾക്കാർ മോശപ്പെട്ടതും പറഞ്ഞു. പിന്നെ എനിക്ക് സുരേഷ് സാറിനോടുള്ള താല്പര്യം കൊണ്ടിട്ട് ഞാനത് കണ്ടിന്യൂ ചെയ്തു. മറ്റുള്ളവർ നല്ലത് പറയണ കേൾക്കുമ്പോൾ ഒരു സന്തോഷമുണ്ട്. ഒരുപാട് ആളുകൾ ഇപ്പൊ കാണുമ്പോൾ ചേട്ടനെ പല സ്ഥലങ്ങളിൽ നിന്ന് കാണുമ്പോൾ അവർ ഓടി വന്നൊക്കെ സെൽഫി എടുക്കാറൊക്കെ ഉണ്ടോ? എങ്ങനെയാണ് ആൾക്കാരുടെ പ്രതികരണം ഇതൊക്കെ കാണുമ്പോൾ? ചില ആൾക്കാർ ചിരിച്ചുകൊണ്ട് പോകും, ചില ആൾക്കാർ പെട്ടെന്ന് ആശ്ചര്യത്തോടുകൂടി നോക്കിയിട്ട് പിന്നെ അവർക്ക് ആളെ മനസ്സിലാകുമ്പോൾ അവർ ചിരിച്ചങ്ങ് പോകും. ഇനിയിപ്പം സുരേഷ് ഗോപി ആണെങ്കിൽ രാഷ്ട്രീയത്തിലേക്കൊക്കെ പ്രവേശിക്കാൻ പോവാണ്. അപ്പം ചേട്ടന് ഒരു അവസരം സിനിമയിൽ കിട്ടുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും? സിനിമയിലൊക്കെ താല്പര്യമുണ്ടോ അഭിനയിക്കാൻ ആരെങ്കിലും വിളിച്ചാൽ അഭിനയിക്കും. ജീവിക്കാൻ വേണ്ടി അഭിനയിക്കണതിന് എന്താ കുഴപ്പം? അഭിനയിക്കും. നല്ല മാർഗങ്ങൾ എന്താണോ ജീവിക്കാൻ വേണ്ടി അതെല്ലാം സ്വീകരിക്കും. ചില ആൾക്കാർ വന്ന് സെൽഫി എടുക്കാറുണ്ട്. അങ്ങനെ സെൽഫി എടുക്കുക, വന്ന അഭിപ്രായം പറയുക. പിന്നെ ചിലരൊക്കെ കളിയാക്കി ചിരിച്ചുകൊണ്ട് പോകണമെന്നൊന്നും അറിയില്ല. എന്തായാലും ചേട്ടൻ ഈ ലുക്ക് ആസ്വദിക്കുന്നുണ്ടല്ലേ? ആസ്വദിക്കുന്നുണ്ട്, ഞാൻ ആസ്വദിക്കുന്നുണ്ട്, നന്നായിട്ട് ആസ്വദിക്കുന്നുണ്ട്. സുരേഷ് ഗോപി ഈ ഒരു വീഡിയോ കാണുകയാണെങ്കിൽ അദ്ദേഹത്തോട് എന്താണ് പറയുന്നത്? സാറ് കാണുകയാണെന്ന് എനിക്ക് അങ്ങനെയൊന്നും നമുക്ക് പറയാനൊന്നുള്ള അർഹത പോലും ഇല്ല. ഒന്നും സാറിൻ്റെ അടുത്ത് എന്ത് പറയാം, നമുക്കൊന്നും പറയാനുള്ള അർഹത പോലും ഇല്ല. കണ്ടാൽ അതെൻ്റെ സാർ ഈ വീഡിയോ ആ വീഡിയോ തന്നെ കണ്ടാൽ അതെൻ്റെ ഒരു വലിയ മഹാഭാഗ്യമാണ്. സുരേഷ് ഗോപിനെ വളരെ ഇഷ്ടമാണെന്ന് പറഞ്ഞല്ലോ, അദ്ദേഹത്തിന്റെ ഏറ്റവും ഇഷ്ടമുള്ള ഒരു സിനിമ ഏതാ? കമ്മീഷണർ. എന്തുകൊണ്ടാണ് കമ്മീഷണർ ഇഷ്ടം? പവറല്ലേ, ഫുൾ പവറല്ലേ അതിനകത്ത്, ഫുൾ എനർജി അല്ലേ. ഇനി അങ്ങോട്ട് കേറുക എന്നുള്ളതല്ലേ ധർമ്മം. ഞൊട്ടും നീ, ഞാൻ ഞൊട്ടും. പക്ഷെ ഞൊട്ടി അവിടെ നേടാതെ വരുമ്പോ നിന്റെ നെഞ്ചത്തോട്ട് കയറി ഞൊട്ടും. ബൈ പ്രൊഫഷൻ ചേട്ടൻ എന്താ ചെയ്യുന്നത്? ആൾക്കാർക്ക് അതൊക്കെ അന്ന് അറിയാൻ താല്പര്യം ഉണ്ടാവും. എന്താണ് ജോലിയൊക്കെ? ഞാനൊരു ടാക്സി ഡ്രൈവറാണ്. ഞാൻ ഓൾറെഡി ഇപ്പോൾ ഞാൻ ഓൺലൈൻ ഓടിക്കൊണ്ടിരിക്കുന്നു. ഊബർ, ഓല, അങ്ങനെ ഓൺലൈൻ ഓടുന്നു. അല്ലാത്ത പാക്കേജൊക്കെ പോവും, എല്ലാം ചെയ്യും. ടാക്സി ഓടിച്ചാൽ ജീവിക്കുന്നു. അപ്പം നമ്മൾ അദ്ദേഹത്തെ കാണുന്നുണ്ട്. അദ്ദേഹവും ഏറെക്കുറെ ഇതേപോലുള്ള ഡ്രസ്സൊക്കെയാണ് അദ്ദേഹം ചൂസ് ചെയ്യുക. അത് കണ്ടിട്ടാണോ ഇത്? ആരാണ് ഈ കോസ്റ്റ്യൂംസ് ഒക്കെ സെലക്ട് ചെയ്യുന്നത്? കോസ്റ്റ്യൂംസ് സെലക്ട് ചെയ്യുന്ന അങ്ങനെ കോസ്റ്റ്യൂമൊന്നുമില്ല. നമ്മൾ പിന്നെ 6 മാസം കൂടുമ്പോൾ 1-2 ഷർട്ട് എടുക്കും. അത് ചിലപ്പോൾ മോളെടുക്കും, വൈഫ് എടുക്കും, ചിലപ്പോൾ ഞാൻ തന്നെ എടുക്കും. ഇത് ഇപ്പം ഈ കാണുന്ന ഡ്രസ്സ് എനിക്ക് എൻ്റെ മോളെടുത്ത് തന്നതാണ്. എന്തായാലും ജയചന്ദ്രൻ ചേട്ടനെ കണ്ട സന്തോഷത്തിലാണ് നമ്മളും, ആ ഒരു എക്സൈറ്റ്മെന്റിലാണ്. അദ്ദേഹത്തിന് എത്രയും പെട്ടെന്ന് ഈ ഒരു വീഡിയോ കണ്ട് സുരേഷ് ഗോപി അദ്ദേഹത്തെ കണ്ട് ഇവർ തമ്മിലുള്ള ഒരു കണ്ടുമുട്ടൽ എത്രയും പെട്ടെന്ന് ഉണ്ടാകട്ടെ എന്ന് നമ്മളും ആശംസിക്കുന്നു. വീഡിയോ ജേർണലിസ്റ്റ് ഫൈസലിനൊപ്പം റിപ്പോർട്ടർ ജെൻസി ജേക്കബ്, ഇൻ റിപ്പോർട്ടർ, കൊച്ചി.